friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓണിയൻ റിങ്സ് ആണ്. നല്ല ടേസ്റ്റി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് കേട്ടോ ഓണിയൻ റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓണിയൻ റിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ സവാള ദാ ഈ ഒരു പാകത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഓരോ റിങ്സും ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ 3 സവാള കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ഒരു ചേരുവയാണ് സ്പെഷ്യലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് 1/4 കപ്പ് മൈദയാണ്. 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഓണിയൻ റിങ്സ് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയെടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ബാറ്റർ കലക്കിയെടുക്കണം. അപ്പോൾ ഒത്തിരി തിന്നാവാനും പാടില്ല, എന്നാൽ നല്ല തിക്കാവാനും പാടില്ല കേട്ടോ. ബാറ്റർ ഈ ഒരു പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ. അങ്ങനെ നമ്മൾ സവാള കട്ട് ചെയ്തിട്ട് റിങ്സ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ നമ്മുടെ ഓണിയൻ റിങ്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള ചേരുവകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ റിങ് ആയിട്ട് എടുത്തിട്ട് ബാറ്ററിലോട്ട് മുക്കി നല്ലതുപോലെ ബാറ്റർ ഒന്ന് അതിൻ്റെ മുകളിൽ കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ റിങ് എടുത്ത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ആ റിങ്ങിൻ്റെ മുകളിൽ മുഴുവനായിട്ടും ബ്രെഡ് ക്രംസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ഒരു ഓണിയൻ റിങ് ഫ്രൈ ചെയ്യാൻ പാകത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ റിങ്ങുകളും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഓണിയൻ റിങ് കഴിക്കാനായിട്ട്. അപ്പോൾ മുട്ട ചേർക്കാതെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അത്ര ടേസ്റ്റിയായി തോന്നിയില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എല്ലാ റിങ്ങുകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള ഓണിയൻ റിങ്സ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചെറിയ ഗോൾഡൻ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഓണിയൻ റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓണിയൻ റിങ്സ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.